പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ പ്രലോഭകൻ പരീക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു പ്രലോഭനത്തെ അതിജീവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രലോഭകൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച യേശുവിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊരു സത്യം തിരിച്ചറിയണമേ. ഇവിടെ യേശുവിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചതുപോലെ തിരുസഭയിലെ ഓരോ മക്കളെയും ദൈവദൂതന്മാർ ശുശ്രൂഷിക്കും. എപ്പോഴാണ് ശുശ്രൂഷിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം നയിച്ച് അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനം വായിക്കുമ്പോഴാണ് യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് 11-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം തിരിച്ചറിയണമേ. തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട ഓരോ വ്യക്തിയെയും സഹായിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ കാവൽ മാലാഖമാരെ നമുക്ക് ഓരോരുത്തർക്കും കാവൽ നിർത്തിയിട്ടുണ്ട്. ആ കാവൽ നിർത്തിയിരിക്കുന്ന സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷ ദൈവമക്കൾക്ക് അനുദിനം കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മളത് അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എവിടെയൊക്കെയോ മുറിഞ്ഞു കിടപ്പുണ്ട്. എവിടെയൊക്കെയോ മുറിഞ്ഞു കിടക്കുന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് പലപ്പോഴും ഇത് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു പ്രലോഭനത്തെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞതിന് ശേഷം യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ വചനം പറയുന്നതിന് മുൻപ് മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്, സാത്താനെ ദൂരെ പോവുക. അനുദിന ജീവിതത്തിൽ നമ്മളെ തകർക്കുവാൻ കടന്നു വരുന്ന ചില ദുശീലങ്ങളുടേതാകാം, ദുസ്വഭാവങ്ങളുടേതാകാം, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്ക് നമ്മളെ വളർത്താതെ തളർത്തുവാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ഉപദേശങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ, സാത്താൻ അനുദിനം നമ്മളെ തകർക്കുവാൻ കടന്നു വരുമ്പോൾ, നാം ഓരോരുത്തരുടെയും ഉള്ളിൽ പറയേണ്ട ഒരു കാര്യമാണ്, സാത്താനെ ദൂരെ പോവുക. യേശു പത്രോസിനോട് പറയുന്നുണ്ട്, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അതും പത്രോസിനോട് സാത്താനെ എന്ന് പറഞ്ഞതിന് ശേഷമാണ്. സാത്താനെ നീ ദൂരെ പോ എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് കർത്താവ് പറയുന്നത്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ മാനുഷികമായ ചിന്തയിലേക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും അനുദിന ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ സാത്താൻ ഇട്ടുതരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഓരോ മക്കളുടെയും ഹൃദയത്തിൽ അവർ പറയേണ്ട ഒരു വാക്കാണ്, സാത്താനെ ദൂരെ പോവുക. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം തകർക്കുന്നതിന് വേണ്ടി മറ്റ് വ്യക്തികളിലൂടെ ഓരോ വ്യക്തികളെയും ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ പരസ്പരം കലഹിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന വ്യക്തികൾ പോലും, വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് കൂടുന്ന വ്യക്തികൾ പോലും പരസ്പരം കലഹിച്ചും പരസ്പരം തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിന്തയുമായിട്ട് ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികൾ ഓരോ ഇടവകയിലുമുണ്ട്. അതിര് തർക്കമായി, കുടിപ്പകകളായി, മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഗുണ്ടായുസവുമായിട്ട് ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികൾ ഓരോ സ്ഥലങ്ങളിലുമുണ്ട്. ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. നടപ്പ് വഴി പോലും കൊടുക്കാതെ കൊണ്ട്, വഴി നടക്കാൻ പോലും അനുവദിക്കാതെ കൊണ്ട് എല്ലാം വളച്ചു കെട്ടി വയ്ക്കുന്ന ക്രിസ്ത്യാനികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അയൽവാസികളായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ കുടിവെള്ളം പോലും നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നന്മ പ്രവൃത്തി പോലും ചെയ്യാതെ കൊണ്ട് എങ്ങനെയെങ്കിലും അവനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ തിരിച്ചറിയണമേ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയിലും അങ്ങനെ ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ, തിന്മയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ തിരിച്ചറിയണമേ, ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, പിന്നെയോ സാത്താൻ്റെ ആത്മാവാണ് എന്നത് ഓരോ വ്യക്തികളും തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. ആ സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള കൃപയാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയെ പരീക്ഷിക്കുവാൻ കടന്നു വന്ന സാത്താനോട് നീ ദൂരെ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച കർത്താവേ, ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സാത്താനെ ദൂരെ പോകുക എന്ന് പറയാതെ കൊണ്ട് സാത്താനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ മാറ്റപ്പെടുന്നു. തിരിച്ചറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.